ജന്മജന്മാന്തരങ്ങളുടെ ഈ ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥ, പുനർജന്മമില്ലാത്ത അവസ്ഥ പ്രാപിക്കലിനെയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. കാരണം ഈ വരുന്നവർക്കൊക്കെ ഉണ്ട് സ്വർഗം, ഈ തെറ്റ് ചെയ്തവർക്കൊക്കെ ഈ നരകമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗ നരക സങ്കല്പങ്ങളല്ല ഉള്ളത്. ഒരാൾ അയാളുടെ കർമ്മം ചെയ്താൽ അയാൾക്ക് കർമ്മബന്ധം സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ കർമ്മത്തിന്റെ ബാണ്ഡങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഈ ബാണ്ഡങ്ങൾ ഉപേക്ഷിക്കാത്ത ആളുകൾ ആ കടം തീർക്കാൻ വീണ്ടും ജനിക്കേണ്ടി വരും. ഓരോരുത്തരും അവരവരുടെ മോക്ഷം കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഇത് ആളെ കൂട്ടിയിട്ട് ചെയ്യാവുന്ന ഒരു പദ്ധതിയല്ലത്. എന്തായാലും ശങ്കുജി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു ദിവ്യത്വമുള്ള, ഒരു അമാനുഷികമുള്ള ഒരു വ്യക്തിത്വം, അതാണ് ഈ മോദിജി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റിയ വളരെ വലിയൊരു മഹാഭാഗ്യമായി കരുതുന്നു. അതുപോലെ താങ്കൾ പറഞ്ഞതിനകത്ത് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് നമ്മുടെ മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പൂർവ്വജന്മത്തിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളാണല്ലോ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന കാറ്റഗറി ഉണ്ടെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ട് ഈ ജന്മത്തിൽ നമ്മൾ പല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയോ ദിവസം വ്രതമെടുത്തൊക്കെയാണ് ശബരിമലയിൽ പോകുന്നത്. അത്രയും വ്രതമെടുത്ത് മുകളിൽ പോകുമ്പോഴാണ് തത്വമസി നമ്മൾ കാണുന്നത്. സോ ഇവിടെയാണ് മോക്ഷത്തിനെ കുറിച്ച് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. എന്താണ് മോക്ഷം? അപ്പോൾ മോക്ഷം നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലവും ഇല്ല. പക്ഷേ അതിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരുപാട് സ്വാമിജിമാരുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് സ്വാമിജിമാർ. അതായത് നിങ്ങൾ ഇത് ചെയ്യൂ, മോക്ഷപ്രാപ്തി കിട്ടും. സോ ഇത് എന്ത് ഡോക്യുമെൻറ്റേഷൻ്റെ പുറത്താണെന്നറിയില്ല. അതിലുമപ്പുറം സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് കൊടുത്ത വലിയൊരു വിദ്യയാണ് ഈ ശരനൂൽ എന്ന് പറയുന്നത്, ശരനൂൽ ശാസ്ത്രം. അത് പാർവതി ദേവി നമ്മുടെ ഈ സിദ്ധന്മാർക്ക് കൊടുത്തു അല്ലേ. അതാണെന്ന് പല ആൾക്കാരും എനിക്ക് ശരനൂലുണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് വിൽക്കുകയും അതിൽ കൂടെ നിങ്ങൾക്ക് മഴ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ പ്രകൃതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങൾക്ക് ഇവർക്ക് അതിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നു. സോ അവിടെ മോക്ഷത്തിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ പോകുന്നുണ്ട്, ആ ദിവ്യത്വമുള്ള സന്യാസി. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരാളെയും വിമർശിക്കുന്നതല്ല. എന്താണ് മോക്ഷം, എന്താണ് ശരനൂൽ, അതിലേക്ക് ഞാൻ വന്നതായിരുന്നു. ഒന്ന് പറയാമോ? നമുക്ക് മോക്ഷം എന്ന ഭാരതീയ സങ്കല്പം മുക്തിയാണ്. ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണല്ലോ നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. അതായത് ജനന മരണങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ജനിക്കുക, കുറേ കർമ്മം ചെയ്യുക, മരിക്കുക, ഈ കർമ്മബന്ധങ്ങൾ തീർക്കാൻ വേണ്ടി വീണ്ടും ജനിക്കുക, ഇങ്ങനെയുള്ള ജന്മജന്മാന്തരങ്ങളുടെ ഈ ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥ, പുനർജന്മമില്ലാത്ത അവസ്ഥ പ്രാപിക്കലിനെയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. നമ്മൾ വിഷ്ണുപാദത്തിൽ ലയിക്കുക, സദ്ഗതി പ്രാപിക്കുക എന്നൊക്കെ പറയും. അതാണ് മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം. അത് പക്ഷേ ഒരു ഗുരുവിനും കൊടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അതൊരാൾക്ക് സ്വന്തം അന്വേഷണത്തിലൂടെ, സ്വന്തം ചിട്ടയായിട്ടുള്ളൊരു ജീവിത പദ്ധതിയിലൂടെ ആർജിക്കാൻ മാത്രം കഴിയുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഹിന്ദുധർമ്മം ഒരു മിഷണറി മതമല്ലാത്തത്? മറ്റു മതങ്ങളുടെ പോലത്തെ ഒരു മിഷണറി സ്വഭാവം, ഇപ്പോൾ ഇസ്ലാം മതം പോലെയോ ക്രിസ്ത്യൻ മതം പോലെയോ കൂടുതൽ ആളുകളെ കൂട്ടിച്ചേർക്കാനോ കൂടുതൽ ആളുകളെ തങ്ങളുടെ മതത്തിലേക്ക് വരുത്താനോ ഹിന്ദുധർമ്മം ശ്രമിക്കുന്നില്ല. തന്നെയല്ല, അത് കൂടുതൽ ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള ആളുകളുടെ എണ്ണം തന്നെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം പണ്ട് കടൽ കടന്നു കഴിഞ്ഞാൽ ഹിന്ദു അല്ലാതെയാവും എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വിജ്ഞാനീയത്തെ ഈ ഭൂപ്രദേശത്തിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുകയും, കാരണം അത് വലിയൊരു അറിവാണ്. ആ അറിവ് അനർഹരായിട്ടുള്ള ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടകരമാവും. വിദ്യാദാനം പാത്രം അറിഞ്ഞ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ജന്മങ്ങളെയും പുനർജന്മങ്ങളെയും മരണത്തെയും മോക്ഷത്തെയും സംബന്ധിക്കുന്ന ജ്ഞാനത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, അതിനെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സമൂഹത്തിൽ മാത്രം നിലനിർത്താനൊരു പദ്ധതി കൊണ്ടാണ്. ഇതൊരു റെസ്ട്രിക്റ്റഡ് മതമായിരുന്നു. ഇതങ്ങനെ ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്ന, കാരണം ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല അതല്ല. കാരണം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റു മതങ്ങളെല്ലാം വിഭാവനം ചെയ്യുന്നതോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്നതോ സ്വർഗമോ നരകമാണ്. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ മോശം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുന്ന ഒരു നരകത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പ്രലോഭനമോ അല്ലെങ്കിൽ നരകത്തിൻ്റെ ഭീഷണിയോ, ഈ പറയുന്ന ഒരു ടെംപ്ടേഷനോ അല്ലെങ്കിൽ ഫിയറോ, ഇത് രണ്ടുമാണ് അവിടെ മതത്തെ നിലനിർത്തുന്നത്. അതിലേക്ക് എത്ര ആൾക്കാരുകളെ നിങ്ങൾക്ക് ചേർക്കാം. കാരണം ഈ വരുന്നവർക്കൊക്കെ ഉണ്ട് സ്വർഗം, ഈ തെറ്റ് ചെയ്തവർക്കൊക്കെ ഈ നരകമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗ നരക സങ്കല്പങ്ങളല്ല ഉള്ളത്. പിന്നെ ഗരുഡ പുരാണം പോലെയുള്ള പുരാണങ്ങളിൽ നരകവർണ്ണനകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ പുരാണങ്ങളാണ്. പുരാണങ്ങൾ വാക്യാർത്ഥത്തിലല്ല എടുക്കേണ്ടതെന്നും പുരാണങ്ങൾ സങ്കല്പത്തെയാണ്, തത്വത്തെയാണ് പ്രദാനം ചെയ്യുന്നതെന്നും. ഈ കയ്പുള്ള ഗുളിക കുട്ടികൾ കഴിക്കാൻ മടിക്കുമ്പോൾ മധുരമുള്ള മിഠായിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ
കുറച്ച് കഠിനമായിട്ടുള്ള വൈദിക തത്വങ്ങളെ സാമാന്യ ജനത്തിന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കഥകളുടെ ആവരണത്തിൽ പൊതിഞ്ഞതാണ് പുരാണങ്ങളെന്നും, അതിനെ വാക്യാർത്ഥമായിട്ട് വാചികാർത്ഥത്തിലല്ല എടുക്കേണ്ടതെന്നും പറയും. അപ്പോൾ പുരാണങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിന്ദുധർമ്മത്തിൻ്റെ ഈ ഒരു സങ്കല്പത്തിൽ നരകങ്ങളോ സ്വർഗങ്ങളോ അല്ല ഉള്ളത്. നമുക്ക് എന്താണുള്ളത്? പുനർജന്മങ്ങളും മോക്ഷമാണുള്ളത്. ഒരാൾ അയാളുടെ കർമ്മം ചെയ്താൽ അയാൾക്ക് കർമ്മബന്ധം സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ കർമ്മത്തിൻ്റെ ബാണ്ഡങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഈ ബാണ്ഡങ്ങൾ ഉപേക്ഷിക്കാത്ത ആളുകൾ ആ കടം തീർക്കാൻ വേണ്ടി ജനിക്കേണ്ടി വരും. നിങ്ങൾ വല്ലാത്ത ഒരു മമതാബന്ധം ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മോക്ഷമില്ല എന്നുള്ളതാണ്. ഇതിന് ഒറ്റ വഴിയുള്ളൂ, ഈ കർമ്മബാണ്ഡങ്ങൾ ഉപേക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ. എന്താ? നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുക. ഈ ചെയ്യുന്ന കർമ്മത്തോട് കാമമില്ലാതെ, അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട്, എന്താണ്, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കർമ്മബന്ധങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സന്യാസത്തെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മമത്വം ഇല്ലാത്തൊരവസ്ഥയാണ്. അവനവൻ്റേത് എൻ്റേത് എന്ന് പറയുന്ന ബോധങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ ഈ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയായിക്കോട്ടെ, ഒരാൾക്ക് സ്വന്തം സമ്പാദിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഒരാളുടെ ആന്തരികമായിട്ടുള്ള പരിശീലനം കൊണ്ട് ഈ കർമ്മം, കർമ്മബന്ധം, നിഷ്കാമ കർമ്മം തുടങ്ങിയിട്ടുള്ള തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു ജീവിത ശൈലി പുലർത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു ഡിറ്റാച്ച്ഡ് ലൈഫ് നയിക്കുന്ന ആൾക്കാണ് അത് കിട്ടുക. ഇപ്പം എനിക്കൊരു പക്ഷെ മോക്ഷം കിട്ടും എൻ്റെ നിരന്തരമായിട്ടുള്ള ത്യാഗം കൊണ്ടോ സഹനം കൊണ്ടോ സമർപ്പണം കൊണ്ടോ സാധന കൊണ്ടോ ഉപാസന കൊണ്ടോ എനിക്ക് മോക്ഷം കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുള്ള മോക്ഷത്തിൻ്റെ ഒരു കഷ്ണം പോലും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും കൊടുക്കാൻ എനിക്ക് നിവർത്തിയില്ല. എനിക്ക് മോക്ഷം കിട്ടി. എൻ്റെ അമ്മയല്ലേ എന്നെ 10 മാസം ഗർഭം ധരിച്ച് എന്നെ പ്രസവിച്ച് വളർത്തി ബുദ്ധിമുട്ടിയിട്ടുള്ള ആളല്ലേ. അമ്മയ്ക്ക് ഇത്തിരി മോക്ഷം കൊടുക്കാന്ന് വിചാരിച്ചാൽ നിവർത്തിയില്ല. അല്ലെങ്കിൽ അച്ഛനല്ലേ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ, ജന്മം തന്നിട്ടുള്ള ആളല്ലേ, അച്ഛന് കുറച്ച് കൊടുക്കാം മോക്ഷം വിചാരിച്ചാൽ നിവർത്തിയില്ല. ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് അവനവൻ്റെ മോക്ഷം കണ്ടെത്താനേ പറ്റുള്ളൂ. ഓരോരുത്തരും അവരവരുടെ മോക്ഷം കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഇത് ആളെ കൂട്ടിയിട്ട് ചെയ്യാവുന്ന ഒരു പദ്ധതിയല്ലത്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പണ്ടേ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ആചാര്യന്മാർ. അതുകൊണ്ട് എന്താണ്, ഇതെല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റി വർഷിപ്പ് ഒന്നും നമുക്കില്ല. മറ്റു മതങ്ങളിലുള്ളതുപോലെ എല്ലാവരും ഒത്തുചേർന്നിരുന്നിട്ട് സ്വർഗസ്ഥനായിട്ടുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുന്ന രീതിയില്ല. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഫൈനൽ ഗോള് മോക്ഷം ആയതുകൊണ്ടും ആ മോക്ഷം എന്ന് പറയുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം നേടാനായതുകൊണ്ടും ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഏകാന്തമായിട്ടുള്ള യാത്രയാണ്. ഇതൊരു ഏകാഗിയുടെ ഒരു എന്താണ്, ഒരു ദീർഘമായിട്ടുള്ള സഞ്ചാരമാണിത്. ആ സഞ്ചാരത്തിനൊടുവിൽ എത്തിപ്പെടുന്ന സ്ഥലമാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, ബാക്കിയുള്ള മതങ്ങളെല്ലാം സംഘടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സംഘങ്ങളിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് മഹായുദ്ധം ചെയ്ത് മഹാരാജ്യങ്ങൾ നേടിയിട്ടുള്ള രാജാക്കന്മാരാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് ഇത് മുഴുവൻ ഉപേക്ഷിച്ച് വല്ല കാട്ടിലോ ഗുഹയിലേക്കോ പോകുന്ന വാനപ്രസ്ഥം, വനങ്ങളിലേക്ക് പോവുക എന്നാ. എന്നിട്ട് ഈ വേദങ്ങളിലെ 3ാമത്തെ പാഠം ഉണ്ടല്ലോ. ഇപ്പോൾ വേദങ്ങൾക്ക് 4 പാഠങ്ങളുണ്ട് പറയും. ആദ്യത്തത് സംഹിതകളാണ്, 2ാമത്തെ ബ്രാഹ്മണങ്ങളാണ്, 3ാമത്തത് ആരണ്യകങ്ങളാണ്, അവസാനത്താണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഈ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത് ഈ വേദത്തിൽ കാട്ടിൽ പോയിരുന്ന് ധ്യാനം കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഭാഗങ്ങളാണ്, മനനം കൊണ്ട് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. അത് കൊട്ടാരത്തിൻ്റെ സൗകര്യത്തിലിരുന്ന് മനനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എല്ലാ തരത്തിലുള്ള ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വനത്തിൻ്റെ സ്വച്ഛതയിലിരുന്ന് ധ്യാനിച്ചാലേ, ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മുഴുവൻ മോചിതനായിട്ട് ധ്യാനിച്ചാലേ നിങ്ങൾക്കത് അതിൻ്റെ യഥാർത്ഥ തത്വം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ധർമ്മമായതുകൊണ്ടാണ്, ഒരു മോക്ഷമാർഗ്ഗം ആയതുകൊണ്ടാണ് ഇതൊരു നോൺ മിഷണറി റിലീജിയൻ ആയത്. അങ്ങനെ ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു സന്യാസിയോ ഏതെങ്കിലും ഒരു ആചാര്യനോ ഏതെങ്കിലും ഒരു ഗുരുവോ ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരാമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മോക്ഷം അറ്റൈൻ ചെയ്യാന്നൊക്കെ പറയുന്ന അവസ്ഥ? അപ്പോൾ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നത്, കുണ്ടലിനി യോഗത്തിലൊക്കെ പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങൾ, ഏറ്റവും താഴെ കുണ്ടലിനി, ഈ മൂലാധാര ചക്രത്തിൽ കുണ്ടലിനി കൂടി ഇരിക്കുന്നു. 3.5 ചുറ്റുള്ള സർപ്പാകൃതിയിൽ കുണ്ടലിതമായിട്ടിരിക്കുന്നതാണ് കുണ്ടലിനി. ആ മൂലാധാരം, അതിനുമേലെ സ്വാധിഷ്ഠാനം, അതിനുമേലെ മണിപൂരകം, അതിനുമേലെ അനാഹതം, അതിനുമേലെ വിശുദ്ധി, അതിനുമേലെ ആജ്ഞ, ഇങ്ങനെയുള്ള 6 ചക്രങ്ങളാണ്. ഇതിന് മേലെ സഹസ്രദള പത്മം എന്ന് പറയുന്ന ഒരു ചക്രം, സഹസ്രാര പത്മം, സഹസ്രദള പത്മം, 1000 ഇതളുകളോട് കൂടിയിട്ടുള്ള താമരയാണ് അത്രേ, വെളുത്ത താമര. ആ വെളുത്ത താമരയുടെ മേലെ വെളുത്ത വസ്ത്രം ധരിച്ച് വെളുത്ത ജപമാല ഏന്തിയിട്ടുള്ള അനങ്കാനന്ദനാഥനായിട്ടുള്ള രുദ്രൻ, ഗുരുവായിട്ടുള്ള ശിവൻ ഇരിക്കുന്നുണ്ട്. ഈ എല്ലാ സാധനകളും, എല്ലാ യോഗങ്ങളും, അത് കർമ്മയോഗം ആയിക്കോട്ടെ, ജ്ഞാനയോഗം ആയിക്കോട്ടെ, ഭക്തിയോഗം ആയിക്കോട്ടെ, രാജയോഗം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി എന്ന് പറയുന്ന ആ ശക്തിനെ, ആ ഭഗവതീനെ ഉണർത്തി അതിങ്ങനെ ഓരോ ചക്രങ്ങളെ ഭേദിച്ച് മുകളിലേക്ക് വരിക.
ലളിതയിൽ പറയുന്നുണ്ടല്ലോ, മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി. അങ്ങനെ ഓരോ ചക്രങ്ങളെ ഭേദിച്ച് മുകളിൽ വന്നാൽ അവസാനം മുകളിലെത്തുമ്പോൾ ഈ ശിവനും ഈ ശക്തിയും തമ്മിൽ സംയോഗം ഉണ്ടാവും. ആ ശിവശക്തി സംയോഗത്തിലാണ് അമൃതപ്ലവം ഉണ്ടാവുന്നത്. ആ അമൃതപ്ലവത്തിന്റെ അവസ്ഥേനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആള് ജീവൻ മുക്തനായി. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ ജനിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ്. ഇതൊരാൾക്ക് ആന്തരികമായി മാത്രം നേടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതല്ലാണ്ട് ഒരാൾ തൊട്ടിട്ടോ, ഒരാൾ മന്ത്രം ജപിച്ചിട്ടോ, ഒരാൾ മരുന്ന് തന്നിട്ടോ, ഒരാൾ എന്തെങ്കിലും ചരട് കെട്ടിയിട്ടോ അത് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ മോക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ മനുഷ്യരുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ടാണ്. ഇവർക്ക് മോക്ഷം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഒരാൾ ഞാൻ മോക്ഷം തരാം എന്ന് പറയുമ്പോൾ അവരത് കേൾക്കുന്നത്. ഈ മോക്ഷം എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊരാളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ലെന്നും അത് അവനവൻ തന്നെ കണ്ടെത്തേണ്ടതാണെന്നുള്ള മൗലികമായിട്ടുള്ള പാഠം അവർക്ക് അറിയേണ്ടതാണ്. അതെ അതെ, ഈ ശങ്കുജി പറഞ്ഞ വളരെ വലിയൊരു എക്സ്പ്ലനേഷനാണ്. അതായത് ഇത് ഓൾമോസ്റ്റ് പലരും അറിയേണ്ട ഒരു കണ്ടന്റും കൂടെയാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ടൈം ഉണ്ടായിരുന്നു, ഏകാഗിയായ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ഈ മോക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ പറ്റില്ല. കാരണം നമ്മൾ അമ്മയുടെ ഗർഭപാത്രം ഒരു ആത്മാവ് സെലക്ട് ചെയ്തിട്ടാണല്ലോ വരുന്നത്. ഈ പല പാരാസൈക്കോളജിസ്റ്റ്, ഇപ്പോൾ ഡോക്ടർ ബ്രെയിൻ വിൽസൺ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഖുർഷത് ഭഗ്നഗരി ആണെങ്കിലും ഈ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡിൻ്റെ, ഇവരൊക്കെ പറയുന്നത് പല തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കർമ്മങ്ങൾ തീർന്ന് ഓരോ റിലംസിലേക്ക് പോകുന്നുള്ളതാണല്ലോ. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ തിരിച്ചും റീബർത്ത് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തായാലും സംസാരിക്കാൻ പറ്റിയ സന്തോഷം. വീണ്ടും നമുക്ക് സമാധി എന്ന ടോപ്പിക്കിലേക്ക് പോകണമെന്നുണ്ട്. അതൊരു സമയദൈർഘ്യത്തിൻ്റെ കുറവുകൊണ്ട് ഇരിക്കാം. താങ്ക് യു.